ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കഴുകി വൃത്തിയാക്കിയ ചെറുപയർ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു 3 എണ്ണം കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ചെറുതാക്കി അരിഞ്ഞ തക്കാളിയും അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതും, ഇത് ചെറിയ ഉള്ളിയാണ് കേട്ടോ, ചെറിയ ഉള്ളി ചതച്ചതും, കുറച്ച് കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് വേവാൻ ആവശ്യമായ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ ഒരു 4-5 വിസിൽ വരെ നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാമേ. അപ്പോൾ നമ്മുടെ ചെറുപയറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഉടയാത്ത തക്കാളിയൊക്കെ ഉടഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഒരു തവി വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഈ ഒരു കറിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാനൊരു മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രം ചൂടാകുമ്പോൾ അല്പം കടുകും ചെറിയ ജീരകവും കൂടി ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ചെറുതാക്കി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് വഴണ്ടി വന്ന സമയത്ത് നമുക്ക് ആ വേവിച്ച് വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ചെറുതായിട്ട് വെള്ളമൊക്കെ പറ്റി ഈ ഒരു കറി നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഈ ഒരു കറി നിങ്ങൾക്ക് അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പുട്ടിൻ്റെ കൂടെയോ ഈവൻ ചോറിൻ്റെ കൂടെയോ കൂട്ടാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഈ ഒരു കറി. ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് ഈ ഒരു പരുവത്തിൽ തന്നെ എടുക്കാം. അല്ലാത്തവർക്ക് കുറച്ചും കൂടി വെള്ളം പറ്റിച്ചെടുത്താൽ അടിപൊളി കറിയാണ് കേട്ടോ ഇത്.